അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അല നബിയിൽ മുസ്തഫ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമാ ബഅദ്. മുജാഹിദ് ചിന്താധാര വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രിയങ്കരനായ സുഹൃത്ത് റഹീം സാഹിബ് മങ്കട, അല്ലാഹു തആല അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ, ആമീൻ. നമസ്കാരത്തിന് 1,00,000 ഇരട്ടി പ്രതിഫലം പരിശുദ്ധ മക്കയിൽ, പരിശുദ്ധ ഹറമിൽ കിട്ടും. എന്നാൽ സ്വതക്കകൾക്കും മറ്റുള്ള ഇബാദത്തുകൾക്കും അവിടെ ഓരോ 1,00,000 ഇരട്ടി പ്രതിഫലം കിട്ടുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. നമുക്ക് ഈ വിഷയത്തിൽ പറയുവാനുള്ളത്, ഇസ്ലാമികമായിട്ട് എന്തൊരു കാര്യം പറയണമെങ്കിലും വ്യക്തമായിട്ടുള്ള പ്രമാണം, ദലീൽ നമുക്ക് വേണം. ഏതെങ്കിലും കിതാബിൽ ആരെങ്കിലും പറഞ്ഞു എന്ന് ഉള്ളത് കൊണ്ട് അത് ഇസ്ലാമിൻ്റെ പ്രമാണമാവുകയില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, പരിശുദ്ധ ഹറമിൽ, മക്കയിലെ ഹറമിൽ അവിടെ നോമ്പ് നോറ്റാൽ 1,00,000 നോമ്പുകളുടെ പ്രതിഫലം കിട്ടുമോ? അവിടെ ദിക്റുകൾ നിർവഹിച്ചാൽ 1,00,000 ദിക്റുകളുടെ പ്രതിഫലം കിട്ടുമോ? അവിടെ അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ 1,00,000 ഇരട്ടി പ്രതിഫലം ലഭ്യമാകുമോ? അവിടെ സ്വതക്കകൾ നിർവഹിച്ചാൽ 1,00,000 ഇരട്ടി സ്വതക്കകളുടെ പ്രതിഫലം കിട്ടുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ ഷാഫി മദ്ഹബിലെ ചില പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാ, അദ്ദേഹം പറയുന്നുണ്ട്, ബൽ സായിരിൽ ഇബാദാത്ത് ഫഫിൽ ഹദീസി സഹീഹ് അബുൽ ഹസൻ അന്ന ഹസനത്തൽ ഹറമി ബി100,000 ഹസന ഐ ഗൈരി സ്വലാത്തി ലിമാ മർറ ഫിഹാ. അതായത് ഇബ്നു ഹജറുൽ ഹൈതമി അഷ്ശാഫിഈ, ഷാഫി മദ്ഹബുകാരനായിട്ടുള്ള ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറയുന്നു, നമസ്കാരത്തിന് പുറമെയുള്ള ഇബാദത്തുകൾക്കും അത് സഹീഹായ അല്ലെങ്കിൽ ഹസനായിട്ടുള്ള ഹദീസിൽ വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. എന്താ ഹദീസിൽ വന്നത്? ഹസനത്തൽ ഹറമി, ഹറമിൽ ചെയ്യുന്ന പുണ്യം അത് ബി100,000 ഹസന, 100 നന്മയായി 100 ഇരട്ടിയായി നൽകപ്പെടും എന്നുള്ളതാണ്. ഐ ഗൈരി സ്വലാത്തി ലിമാ മർറ ഫിഹാ, നമസ്കാരമല്ലാത്ത സംഗതികൾ കൊണ്ട് അവിടെ എത്തിയാൽ, അത് ഹറമിൽ എത്തിയാൽ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമസ്കാരമല്ലാത്ത ആരാധനാ കർമ്മങ്ങൾക്കും 1,00,000 ഇരട്ടി പ്രതിഫലം കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ ഹദീസിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ ഹദീസ് എന്ന് പറയുന്നത് ഒരു ഹദീസുണ്ട്, അതിൻ്റെ ഒരു ഭാഗമാണ്. മൻ ഹജ്ജ മിൻ മക്ക മാഷിയൻ ഹത്താ യർജിഅ ഇലാ മക്ക കതബല്ലാഹു ലഹു ബികുല്ലി ഖത്വത്തിൻ 700 ഹസന കുല്ലു ഹസനത്തിൻ മിസ്ല ഹസനാത്തിൽ ഹറം ഖീല വമാ ഹസനാത്തുൽ ഹറം ഖാൽ ബികുല്ലി ഹസനത്തിൻ 100,000 ഹസന. ഇതാണ് ഹദീസ്. പ്രിയമുള്ളവർ, ഈ ഹദീസിനെ സംബന്ധിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാർ, മുഹദ്ദിസീങ്ങൾ, ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. അവർ, മഹാനായ ഹാക്കിം റഹിമഹുല്ലാ ഇത് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇമാം ഷംസുദ്ദീൻ അദ്ദഹബി തങ്ങൾ പറയുകയുണ്ടായി, ഈ ഹദീസ് ലൈസ ബിസ്വഹീഹിൻ അഖ്ഷ അൻ യകൂന കദിബൻ, അതായത് ഈ ഹദീസ് സ്വഹീഹല്ല, ഇത് കള്ളമാണെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇതിൻ്റെ സനദിലുള്ള ഈസ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ സംബന്ധിച്ച് ഇമാം അബൂ ഹാത്തിം ഖാല അബൂ ഹാത്തിം മുൻകറുൽ ഹദീസ്, അദ്ദേഹം പറയുന്നത് വെറുക്കപ്പെട്ട ഹദീസാണെന്ന ഇതിൻ്റെ സനദിലുള്ള ഇയാളെ സംബന്ധിച്ച് പറയുന്നത്, ഈസ എന്ന് പറയുന്ന റാവിയുടെ ഹദീസുകളെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ ഈ ഹദീസ് ദുർബലമാണെന്ന് മഹാനായ ഇബ്നുൽ ജൗസി, 5-ാം നൂറ്റാണ്ടുകാരനായിട്ടുള്ള മഹാനായ ഇബ്നുൽ ജൗസി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആധുനിക ഹദീസ് പണ്ഡിതനായിട്ടുള്ള ഷെയ്ഖ് അൽബാനിയും ഇത് ലഈഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലഈഫായിട്ടുള്ള, ദുർബലമായിട്ടുള്ള ഒരു ഹദീസിൻ്റെ വെളിച്ചത്തിലാണ് ഇവരിങ്ങനെ പറയുന്നത്. പ്രിയമുള്ളവരെ, എന്ത് എല്ലാ ഇബാദത്തുകൾക്കും 1,00,000 പ്രതിഫലം കിട്ടും എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? 1,00,000 പ്രതിഫലം കിട്ടും എന്നുള്ളതിന് വ്യക്തമായ തെളിവ് വേണം. നമസ്കാരം, അതിന് തെളിവുണ്ട്, ഒരു സംശയവും അക്കാര്യത്തിലില്ല. സ്വഹീഹായിട്ടുള്ള സ്വീകാര്യോഗ്യമായിട്ടുള്ള ഹദീസിൽ നമസ്കാരത്തിന്
പരിശുദ്ധ ഹറമിൽ മക്കത്ത് ഹറമിൽ ലഭ്യമാകും, 1,00,000 പ്രതിഫലം കിട്ടും എന്ന് നമുക്ക് കാണാം. ഖൈറുമിൻ അൽഫിസ്വലാത്ന, 1,00,000 നമസ്കാരങ്ങളെക്കാൾ ഉത്തമം എന്നാണ് പറയുന്നത്. എന്നാൽ മറ്റുള്ള കർമ്മങ്ങൾക്ക് ഖുർആൻ പാരായണം ചെയ്യുന്നു, ദിക്റുകൾ നിർവഹിക്കുന്നു, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു, അതുപോലെ തന്നെ സ്വതക്കാകൾ ചെയ്യുന്നു, അത്തരം കാര്യങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളതാണ്. അതിന് വ്യക്തമായ തെളിവില്ല. ഒരിക്കൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അറിയപ്പെട്ട ആധുനിക ഇസ്ലാമിക പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, നമസ്കാരം ഒഴികെയുള്ള കർമ്മങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം ഹറമിൽ വെച്ച് കിട്ടുമോ എന്നുള്ളത്. അപ്പം അദ്ദേഹം പറയുന്നത്, ഈ ഇരട്ടി പ്രതിഫലം കിട്ടുക എന്നുള്ളതിന് പ്രത്യേകിച്ച് ബിഅദദിൻ മുഅയ്യൻ, നിർണിതമായ എണ്ണം എന്ന് പറഞ്ഞാൽ 1,00,000 പ്രതിഫലം കിട്ടും എന്ന് ഉദാഹരണം. അങ്ങനെയുള്ളത് എന്താണ്? തൗഖീഫി, വ്യക്തമായ തെളിവ് വേണം. യഹ്താജു ഇലാ ദലീലിൻ ഖാസ്, വ്യക്തമായ തെളിവ് വേണം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ എന്താണ്? വ്യക്തമായ തെളിവില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.